ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാധികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഇന്ന് കേരളത്തിലുള്ളവർക്കൊക്കെ ഇലക്ഷൻ ദിവസമാണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സമ്മതിദാനാവകാശം വിവേകപൂർവം ഉപയോഗിക്കുക. രാവിലെ പോയിട്ട് വന്നവരുണ്ടാവും, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് കരുതിയിരിക്കുന്നുണ്ടാവും. എന്തായാലും പറ്റുന്നവരൊക്കെ പോയി ചെയ്യുക, ആരോഗ്യമുള്ളവരൊക്കെ പോയി ചെയ്യുക. പിന്നെ എന്താ പറയുക, പ്രായത്തിൽ മൂത്ത 85 കഴിഞ്ഞവർക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യിക്കാനുള്ള ഏർപ്പാടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും മുടക്കണ്ട, വിവേകപൂർവം ചെയ്യുക. നാരായണ. നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. വാമന അവതാര ചരിതം തുടരുകയാണ്. 21-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ വാമനൻ ത്രിവിക്രമനായി മാറി 14 ലോകങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭുവനങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള തന്റെ വിശ്വരൂപം മഹാബലിക്ക് കാണിച്ചു കൊടുത്തു. മഹാബലി ദർശിച്ചു 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 എന്നാണ് കണ്ടത്. അങ്ങനെ തന്റെ 2 പാദങ്ങളെ കൊണ്ട് ഭൂമിയും സ്വർഗവും അളന്ന് തന്റെ ശരീരം കൊണ്ട് ആകാശവും ദിക്കുകളും എല്ലാം അളന്നുകൊണ്ട് നിൽക്കുന്ന ആ ഒരു നിൽപ്പ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. നമുക്ക് ഇന്ന് 21-ാം അധ്യായത്തിൽ ഭഗവാന്റെ പാദനഖങ്ങളുടെ കാന്തി സത്യലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് കണ്ട് ബ്രഹ്മദേവൻ അവിടെയുള്ള ബ്രഹ്മലോകവാസികളോടുകൂടെ ഭഗവാന്റെ പാദം കഴുകി ആ പാദതീർത്ഥത്തെ ശിരസാധരിക്കുന്നതും ഭഗവാന്റെ ആ പാദതീർത്ഥം പിന്നീട് സ്വർഗഗംഗയായി തീരുന്നതുമായിട്ടുള്ള ഭാഗം പറയുന്നു. പിന്നീട് ഭഗവാൻ സ്വന്തം ശരീരത്തെ ചെറുതാക്കുന്നു. വീണ്ടും പൂർവ്വ അവസ്ഥയില് വാമനമൂർത്തിയായി തീർന്ന് മഹാബലിയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള രംഗമാണ്. മഹാബലിയുടെ അസുര സേന ഭഗവാനെ പിടിച്ചു കെട്ടാനും ആക്രമിക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള പുറപ്പാട് ചെയ്യുന്നു. ഭഗവാന്റെ പാർഷദന്മാർ 14 പേർ അവരെ തടയുന്നു. അവർക്ക് പരാജയമുണ്ടാകുന്നു, അസുരന്മാർക്ക് പരാജയമുണ്ടാകുന്നു. ആ സമയത്ത് മഹാബലി തന്നെ അസുരന്മാരോട് ഹിതോപദേശം ചെയ്യുന്നു. കാലസ്വരൂപനായ ഭഗവാനോട് യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഭഗവാനാണ് നിശ്ചയിക്കുന്നത് ആര് ജയിക്കണം, ആര് തോൽക്കണം. അപ്പൊ ഇത്രയും കാലം നമ്മൾ ജയിച്ചത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇനി അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ പരാജയപ്പെടാനാണ്, ദേവന്മാർ ജയിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ വൃഥാ പ്രയത്നം ചെയ്യേണ്ട, നിങ്ങൾ പാതാളത്തിലേക്ക് പോകൂ എന്ന് തന്റെ അനുയായികളായ അസുര സൈന്യത്തോട് മഹാബലി ആജ്ഞാപിക്കുന്നതും അങ്ങനെ അസുരസേനകൾ പാതാളത്തിലേക്ക് പോകുന്നതും, അതേസമയം ഭഗവാന്റെ പാർശ്വ മുഖ്യനായിട്ടുള്ള ഗരുഡൻ മഹാബലിയെ വരുണപാശം കൊണ്ട് ബന്ധിക്കുന്നതും ഭഗവാൻ മഹാബലിയോട് താൻ വാഗ്ദാനം ചെയ്ത 3ാമത്തെ അടി ഞാൻ എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നതും അതിനുള്ള മറുപടി പറയാൻ പോകുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് വായിക്കേണ്ടത്. ആദ്യം വായിച്ചിട്ട് നമുക്ക് പടിപടിയായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഏകവിംശതിതമോ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ഏകവിംശതിതമോऽധ്യായഃ.
ശ്രീശുക ഉവാച സത്യം സമീക്ഷ്യാബ്ജപവോ നഗേന്ദുഭിഃ ഹതസ്വദാമദ്യുതിരാവൃതോഭ്യഗാത് മരീചിമിശ്രാ ഋഷയോ ബൃഹദ്വ്രതാഃ സനന്ദനാദ്യാ നരദേവയോഗിനഃ വേദോപവേദാനിയമാന്വിതായമാഃ തർക്കേതിഹാസാംഗപുരാണസംഹിതാഃ യേ ചാപരേ യോഗസമീരദീപിതജ്ഞാനാഗ്നിനാരന്ദിതകർമ്മകൽമഷാഃ ഭവന്തിരേ യത്സ്മരണാനുഭാവതഃ സ്വയം സ്വായംഭുവം ധാമഗതാ അകർമ്മകം അദാംഗ്രജേ പ്രോന്നമിതായ വിഷ്ണോഃ ഉപാഹരത് പത്മഭവോ അർഹണോദകം സമർച്യ ഭക്ത്യാഭ്യഗൃണാത് ശുചിസ്രവ എന്നാഭിപങ്കേരുഹ സംഭവ സ്വയം ദാതുക്കമണ്ഡലുജലം തദുരുക്രമസ്യ പാദാവനേചന പവിത്രതയാ നരേന്ദ്ര സ്വർദുന്യഭൂത് നഭസി സാ പതതീ നിമാർഷ്ടി ലോകത്രയം ഭഗവതോ വിശദേവ കീർത്തിഃ ബ്രഹ്മാദയോ ലോകനാഥാഃ സ്വനാദായ സമാദൃതാഃ സാനുഗാ ബലിമാ ചക്രുഃ സംക്ഷിപ്താത്മവിഭൂതയേ തോയൈ സമർഹണൈസ്രഗ്ഭിഃ ദിവ്യഗന്ധാനുലേപനൈഃ ധൂപൈർദീപൈः സുരഭിഭിः ലാജാക്ഷതഫലാങ്കുരൈः സ്തവനൈർജയശബ്ദൈശ്ച തദ്വീര്യമഹിമാങ്കിതൈः നൃത്യവാദിത്രഗീതൈശ്ച ശംഖദുന്ദുഭിനിസ്വനൈः ജാംബവാൻ ഋക്ഷരാജസ്തു ഭേരീശബ്ദൈർമനോജവഃ വിജയം ദിക്ഷു സർവാസു മഹോത്സവമഘോഷയത് മഹീം സർവാം ഹൃതാം ദൃഷ്ട്വാ ത്രിപദവ്യാജയാജ്ഞയാ ഊജുസ്വഭർത്തുരസുരാ ദീക്ഷിതസ്യാത്യമർഷിതാഃ നവാ അയം ബ്രഹ്മബന്ധുഃ വിഷ്ണുർമായാവിനാം വരഃ ദ്വിജരൂപ പ്രതിച്ഛന്നോ ദേവകാര്യം ചികീർഷതി അനേന യാചമാനേന ശത്രുണാ വടുരൂപിണാ സർവസ്വം നോ ഹൃദം ഭക്തുഃ ന്യസ്തദണ്ഡസ്യ ബർഹിഷി സത്യവ്രതസ്യ സതതം ദീക്ഷിതസ്യ വിശേഷതഃ നാനൃതം ഭാഷിതും ശക്യം ബ്രഹ്മണ്യസ്യ ദയാവതഃ തസ്മാദസ്യ വധോ ധർമ്മോ ഭർത്തുഃ ശുശ്രൂഷണം ച നഃ ഇത്യായുധാനി ജഗൃഹുഃ ബലേരനുജരാസുരാഃ തേ സർവേ വാമനം ഹന്തും ശൂലപട്ടിശപാണയഃ അനിച്ഛതോ ബലേ രാജൻ പ്രാദ്രവൻ ജാതമന്യവഃ താനഭിദ്രവതോ ദൃഷ്ട്വാ ദിദിജാനീകപാൻ നൃപ പ്രഹസ്യാനുചരം വിഷ്ണോഃ പ്രത്യഷേദൻ ഉദായുധാഃ നന്ദഃ സുനന്ദോദജയോ വിജയഃ പ്രബലോ ബലഃ കുമുദാക്ഷശ്ച വിശ്വക്സേനഃ പദത്രിരാട് ജയന്തഃ ശ്രുതദേവശ്ച പുഷ്പദന്തോദസാത്വതഃ സർവേ നാഗായുധപ്രാണാഃ ചമൂം തേ ജഗ്നുരാസുരീം ഹന്യമാനാൻ സ്വകാൻ ദൃഷ്ട്വാ പുരുഷാനുചരൈർബലിഃ വാരയാമാസ സംരബ്ധാൻ കാവ്യശാപമനുസ്മരൻ ഹേ വിപ്രചിത്തേ ഹേ രാഹോ ഹേ നേമേ ശ്രൂയതാം വചഃ മാ യുധ്യതനിവർത്തധ്വം നനഃ കാലോജമർത്തകൃത് യഃ പ്രഭുഃ സർവഭൂതാനാം സുഖദുഃഖോപപത്തയേ തം നാദിവർത്തിതും ദൈത്യാഃ പുരുഷൈരീശ്വരഃ പുമാൻ യോ നോ ഭവായ പ്രാഗാസീത് അഭവായ ദിവൗകസാം സ ഏവ ഭഗവാനദ്യ വർത്തത്തെ തദ്വിപര്യം ബലേന സചിവൈർബുദ്ധ്യാ ദുർഗൈർമന്ത്രൗഷധാദിഭിഃ സാമാദിഭിരുപായൈശ്ച കാലം നാത്യേതി വൈ ജനഃ ഭവദ്ഭിർനിർജിതാ ഹേതേ ബഹുശോ അനുചരാ ഹരേഃ ദൈവേനർദ്ധൈഃ തയേവാദ്യ യുധി ജിത്വാ നദന്തി നഃ ഏതാൻ വയം വിജേഷ്യാമോ യദി ദൈവം പ്രസീദതി
തസ്മാത് കാലം പ്രതീക്ഷദ്വം യോ നോർത്ഥത്വായ കൽപ്പത്തെ. ശ്രീശുക ഉവാച പത്യുർനിഗദിതം ശ്രുത്വാ ദൈത്യദാനവയൂതബാഹ രസാം നിവിവിശൂരാജൻ വിഷ്ണുപാർഷദതാഡിതാഃ. അദതാർക്ഷ്യസുതോ ജ്ഞാത്വാ വിരാട് പ്രഭുചികീർഷിതം ബബന്ധവാരുണൈഃ പാശൈഃ ബലിം സൗത്യേഹനിക്രതൗ. ഹാഹാകാരോ മഹാനാസീത് രോദസ്യോഹോ സർവതോ ദിശം ഗൃഹ്യമാണേ അസുരപദൗ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. തം ബദ്ധം വാരുണൈഃ പാശൈഃ ഭഗവാനാഹ വാമനഃ നഷ്ടശ്രിയം സ്ഥിരപ്രജ്ഞം ഉദാരയശസം നൃപ. പദാനി ത്രീണി ദത്താനി ഭൂമേർമഹ്യം ത്വയാസുര ദ്വാഭ്യാം ക്രാന്തം മഹീ സർവാ തൃതീയമുപകൽപ്പയാം. യാവത്തപത്യസൗ ഗോഭിഃ യാവദിന്ദുഃ സഹോടുഭിഃ യാവത് വർഷതി പർജന്യഃ താവതീ ഭൂരിയം തവ. പദൈകേന മയാ ക്രാന്തോ ഭൂർലോകഃ ഖം ദിശസ്തനോഃ സ്വർലോകസ്തു ദ്വിതീയേന പശ്യതസ്തേ സ്വമാത്മനാം. പ്രതിശ്രുതം അജാദുസ്തേ നിരയേ വാസയിഷ്യത്തെ വിശത്വം നിരയം തസ്മാത് ഗുരുണാ ചാനുമോദിതഃ. വൃഥാ മനോരഥസ്തസ്യ ദൂരേ സ്വർഗപദത്യദൗ പദത്യദഃ. പ്രതിശ്രുതസ്യ അദാനേന യോ അർത്ഥിനം വിപ്രലംഭത്തെ. വിപ്രലബ്ധോ ദദാമീതി ത്വയാഹം ചാഡ്യമാനിന തദ്ഗളീകഫലം പുങ്ക്ഷ്വ നിരയം കതിചിൽ സമാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാമഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ ബലിനിഗ്രഹോ നാമ ഏകവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തില് ഗുരുവിന്റെ ശാപമുണ്ടായിട്ടും ധീരനായ മഹാബലി താൻ കൊടുത്ത വാക്കിൽ നിന്ന് തിരിഞ്ഞില്ല. ഭഗവാന് ഉദകപൂർവകം ദാനം ചെയ്തു. ഭഗവാന്റെ പാദതീർത്ഥം തന്റെ ശിരസാ ധരിച്ചുകൊണ്ട് വാക്കുകൊടുത്തു. ഭഗവാൻ ഉടനെ തന്നെ തന്റെ യഥാർത്ഥ രൂപത്തെ, വിശ്വരൂപത്തെ മഹാബലിക്ക് കാണിച്ചു കൊടുത്തു. എല്ലാ ലോകങ്ങളും തന്നിലിരിക്കുന്നതായിട്ട്, തന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിൽ മറ്റൊരു വസ്തുവില്ല എന്നുള്ളതായിട്ടുള്ള ആ ഒരു വിശ്വരൂപ ദർശനം മഹാബലിക്ക് ഉണ്ടായി. മഹാബലി താനടക്കം തന്റെ സദസ്യരും ഋത്വിക്കുകളും ശുക്രാചാര്യരടക്കമുള്ളതായിട്ടുള്ള യാഗശാലയും എല്ലാം ആ ഭഗവാന്റെ ശരീരത്തിൽ കണ്ടു. അങ്ങനെ മൂന്ന് ലോകങ്ങളും തന്റെ രണ്ട് പാദങ്ങളെ കൊണ്ട് വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ഒരു മനോഹരമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ത്രിവിക്രമഭാവത്തെ വർണ്ണിച്ചു. അതിന്റെ തുടർച്ചയായിട്ട് ആ ഭഗവാന്റെ പാദത്തിന്റെ അങ്കുലി സത്യലോകത്ത് അത് ആ നഖങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള കാന്തി കൊണ്ട് പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള രംഗം വർണ്ണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് കണ്ട് ഭഗവാന്റെ പാദമാണെന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ബ്രഹ്മദേവൻ കമണ്ഡലവുമായി വന്ന് ഭഗവാന്റെ പാദങ്ങളെ കഴുകി പാദതീർത്ഥം ശിരസാധരിക്കുന്ന ആ ഒരു ഭാഗത്തോടെ ആരംഭിക്കുന്നു. തുടർന്ന് നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഷ്ടമസ്കന്ധേ ഏകവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. സത്യം സമീക്ഷ്യാബ്ജഭവോ നഗേന്ദുഭിഃ
ഹതസ്വദാമദ്യുതിരാവൃതോഭ്യഗാത് മരീചിമിശ്രാ ഋഷയോ ബൃഹദ്വ്രതാഃ സനന്ദനാദ്യാ നരദേവയോഗിനഃ വേദോപവേദാ നിയമാന്വിതായമാഃ തർക്കേതിഹാസാംഗപുരാണസംഹിതാഃ യേ ചാപരേ യോഗസമീരദീപിതജ്ഞാനാഗ്നിനാരന്ധിതകർമ്മകൽമഷാഃ വവന്ദിരേ യത്സ്മരണാനുഭാവതഃ സ്വായംഭുവം ദാമാഗതാ അകർമ്മകം. ശ്രീശുക ഉവാച സത്യം സമീക്ഷ്യ അബ്ജഭവോ നഗേന്ദുഭിർഹതസ്വദാമദ്യുതിഃ ആവൃതോഭ്യഗാത് മരീചിമിശ്രാ ഋഷയോ ബൃഹദ്വ്രതാഃ സനന്ദനാദ്യാ നരദേവയോഗിനഃ വേദോപവേദാ നിയമാന്വിതായമാഃ തർക്കേതിഹാസാംഗപുരാണസംഹിതാഃ യേ ചാപരേ യോഗസമീരദീപിതജ്ഞാനാഗ്നിനാരന്ദിതകർമ്മകൽമഷാഃ വവന്ദിരേ യത്സ്മരണാനുഭാവതഃ സ്വയംഭുവം ദാമഗതാ അകർമ്മകം. ശുകബ്രഹ്മർഷി തുടരുകയാണ്. സത്യം സമീക്ഷ്യ അബ്ജഭവഃ. അവിടെ അബ്ജഭവൻ, അബ്ജഭവൻ താമരയിൽ ഭവിച്ചവൻ ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ ഭഗവാന്റെ നഖേന്ദുഭിഹി, നഖേന്ദുക്കളാൽ ഹതസ്വദാമദ്യുതിഃ. ഭഗവാന്റെ നഖ ഇന്ദുക്കൾ എന്നാൽ ഓരോ നഖങ്ങളിൽ നിന്നും ചന്ദ്രകിരണങ്ങളെ പോലെ നിലാവ് പോലെ വെളിച്ചം പരത്തുന്നു. അപ്പൊ ഭഗവാന്റെ നഖകാന്തി കൊണ്ട് ഈ ബ്രഹ്മദേവന്റെ സ്വദാമദ്യുതി ഹതസ്വദാമദ്യുതി, ആ സത്യലോകത്തിന്റെ ദ്യുതി കാന്തി ഹതമാക്കപ്പെട്ടു, ഹനിക്കപ്പെട്ടു. എന്ന് വെച്ചാലോ, ആ സത്യലോകം മുഴുവൻ ഭഗവാന്റെ പാദനഖ കിരണങ്ങളെ കൊണ്ട് വ്യാപിച്ച് ആവൃതമായിട്ട് ആ സത്യലോകം നിഷ്പ്രഭമായി തീർന്നു എന്ന് പറയാം. സത്യലോകത്തിന്റെ മറ്റ് ശോഭകളെല്ലാം, ഐശ്വര്യമെല്ലാം ഭഗവാന്റെ ആ കിരണങ്ങളുടെ മുമ്പിൽ നിസ്സാരമായി തീരുന്നൊരു അവസ്ഥ. അതാണ് നഗേന്ദുഭിഹി ഹതസ്വദാമദ്യുതിഃ. എന്നിട്ട് ആ തന്റെ സത്യലോകം ആവൃതമായിട്ട് സമീക്ഷ്യ, സത്യം ആവൃതോ സമീക്ഷ്യ, സത്യലോകം ഈ ഭഗവാന്റെ നഖകാന്തികളാൽ ആവരണം ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ആവൃത എന്നുള്ളത് മരീചിമിശ്ര ആ യോഗികളാൽ ആവൃതനായിട്ട് അങ്ങനെ എടുക്കാം. എന്തായാലും ഈ സത്യം എന്ന് പറഞ്ഞാൽ സത്യലോകത്തെ സമീക്ഷ്യ സമ്യക് ഈക്ഷണം കൃത്വ, നന്നായി കണ്ടിട്ട്. അപ്പൊ തന്റെ ലോകം, സത്യലോകം ഭഗവാന്റെ നഖകാന്തിയാൽ വ്യാപിക്കപ്പെട്ടിരിക്കണു, അതിന് അവിടുത്തെ കാന്തിയെയെല്ലാം കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കണു. അങ്ങനെ കണ്ടതായിട്ടുള്ള അബ്ജഭവൻ അഭ്യഗാത്, അഭിഗമിച്ചു, ഭഗവാനെ എതിരേൽക്കുന്നു, വരവേൽക്കുന്നു തന്റെ ലോകത്തേക്ക് ഭഗവാന്റെ പാദങ്ങളെ. അപ്പൊ എങ്ങനെ എതിരേറ്റത്? ആരൊക്കെയാണോ അവിടെ ഉള്ളത്, സത്യലോകവാസികളായിട്ടുള്ള മരീചിമിശ്രാഹ ഋഷയഃ, മരീച്യാദി സപ്തർഷികളും മറ്റുമൊക്കെ. അപ്പൊ മരീചിമിശ്രാഹ ഋഷയഃ ബൃഹദ്വ്രതാഹ യോഗിനഃ സനന്ദനാദ്യാഹ. ബൃഹദ്വ്രതാഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യവ്രതത്തോടുകൂടിയവരായിട്ടുള്ള യോഗികളും, സനന്ദനാദ്യാഹ, സനന്ദൻ, സനകൻ, സനാതനൻ, സനൽകുമാരൻ മുതലായ സനകാദികളും, നൈഷ്ഠിക ബ്രഹ്മചാരികളായിട്ടുള്ള സനകാദികൾ, നാരദാദികൾ, ഇങ്ങനെയുള്ളവരൊക്കെ കൊണ്ടും സേവിതനായിട്ട്, ആവൃതനായിട്ട്, അവരോട് കൂടിയവനായിട്ട് ബ്രഹ്മദേവൻ ഈ തന്റെ യജമാനനായ ഭഗവാന്റെ പാദത്തെ അവിടെ കണ്ട് ഭഗവാനെ വരവേൽക്കുകയാണ് എന്നർത്ഥം. അതുപോലെ വേദ ഉപവേദാഹ, 4 വേദങ്ങൾ, 4 ഉപവേദങ്ങൾ, ഋക്ക്, യജുസ്, സാമം, അഥർവം മുതലായ 4 വേദങ്ങളും, വേദങ്ങളുടെ ഉപവേദങ്ങള് ആയുർവേദം, ധനുർവേദം, എന്താ പറയുക, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം മുതലായിട്ടുള്ള വേദങ്ങളൊക്കെ ഇവിടെ ദേവതാരൂപത്തിലെന്ന് മനസ്സിലാക്കണം. അതാത് ഗ്രന്ഥങ്ങൾ നമ്മൾ ഗ്രന്ഥങ്ങളായിട്ട്, അറിവുകളായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവയുടെയൊക്കെ ദേവതകളുണ്ട്. അതാത് ദേവതാഭാവത്തില് വേദങ്ങളും ഉപവേദങ്ങളും നിയമാന്വിതാഹ യമാഹ, നിയമങ്ങളോടുകൂടിയതായിട്ടുള്ള യമങ്ങളും. അപ്പൊ യമനിയമാദികള്
അതും ദേവതാഭാവത്തില്, എല്ലാം സൂക്ഷ്മരൂപത്തില് ബ്രഹ്മലോകത്തില് കുടികൊള്ളുന്നു. അപ്പൊ അവരൊക്കെ നിയമാന്വിതാഹ യമാഹ തർക്ക ഇതിഹാസ അംഗ പുരാണ സംഹിതാഹ. തർക്കങ്ങൾ, ഇതിഹാസങ്ങൾ, അംഗങ്ങൾ, പുരാണങ്ങൾ, സംഹിതകൾ. അപ്പൊ തർക്കം എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക, ന്യായശാസ്ത്രം, അതുപോലെ ഇതിഹാസങ്ങൾ, അവയുടെ മൂർത്തിഭാവങ്ങൾ. അംഗങ്ങൾ എന്ന് പറയുമ്പോൾ വേദാംഗങ്ങൾ, ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് മുതലായിട്ടുള്ള വേദ അംഗങ്ങൾ. അതുപോലെ പുരാണങ്ങൾ, 18 പുരാണങ്ങൾ അല്ലേ. അപ്പൊ ഭാഗവതാദി പുരാണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് അവയുടെയൊക്കെ സൂക്ഷ്മരൂപമുണ്ട്, അവയുടെയൊക്കെ ദേവതാഭാവം ഉണ്ട്. പിന്നീട് ഭൂമിയിലേക്ക് അവതരിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഹിതാഹ, മറ്റ് ധർമ്മസംഹിതകളും മറ്റുമെല്ലാം സൂക്ഷ്മരൂപത്തില് അഥവാ ദേവതാരൂപത്തില് ബ്രഹ്മദേവനെ സേവിച്ചുകൊണ്ട് ബ്രഹ്മലോകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യോഗ സമീര ദീപിത ജ്ഞാനാഗ്നിന രന്തിത കർമ്മകൽമഷാഹ അപരേയേച്ച. അപരേയേച്ച മറ്റുള്ളവർ ആരൊക്കെയുണ്ടോ അവിടെ സ്ഥലം പിടിച്ചവര്, ബ്രഹ്മലോകത്ത് എത്തിപ്പെടാനുള്ള യോഗ്യത എന്താണ്? യോഗ സമീര ദീപിത ജ്ഞാനാഗ്നിന. യോഗസമീരൻ എന്നാൽ യോഗമാകുന്ന വായു. യോഗവായുവിനാൽ സമീര ദീപിതം, യോഗസമീര ദീപിത ജ്ഞാനാഗ്നി. അപ്പൊ ജ്ഞാനാഗ്നി ദീപിതം, ദീപ്തം, യോഗമാകുന്ന അഭ്യാസമാകുന്ന വായുവിനാൽ ജ്ഞാനമാകുന്ന അഗ്നി നല്ലതുപോലെ ജ്വലിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് അവരുടെ കർമ്മകൽമഷങ്ങൾ രന്തിതം. രന്തിതം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള കർമ്മവാസനകൾ, കർമ്മകൽമഷങ്ങളെല്ലാം, പാപവാസനകളെല്ലാം നശിച്ചവരായിട്ടുള്ള ആളുകള് ബ്രഹ്മലോകത്തെത്താൻ അർഹത നേടിയിട്ടുണ്ട്. അവർ കർമ്മങ്ങളിലൂടെയല്ല ബ്രഹ്മലോകം പ്രാപിക്കുന്നത്, കർമ്മവാസനകളെ ക്ഷയിപ്പിച്ചിട്ടാണ്. അതിനുള്ള മാർഗം എന്താണ്? യോഗസമീരനെ കൊണ്ട് ജ്ഞാനാഗ്നിയെ ദീപിപ്പിക്കുക. ഇപ്പൊ നമ്മളൊക്കെ പല ശാസ്ത്രങ്ങളെയും അറിവ് നേടുന്നുണ്ട് അല്ലെ. ആ അറിവ് തിയറിയാണ്, ജ്ഞാനാഗ്നിയാണ്. ആ തിയറി വേണ്ടതുപോലെ നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ആ ജ്ഞാനാഗ്നി അണഞ്ഞു പോകാതെ ജ്വലിക്കണം. അത് അണഞ്ഞു പോകാതെ ജ്വലിക്കാനുള്ളതാണ് പല അനുഷ്ഠാനങ്ങളും. അതാണ് യോഗ സമീരൻ എന്ന് പറഞ്ഞത്. അനുഷ്ഠാനങ്ങളെ കൊണ്ട് നമ്മൾ നേടിയതായിട്ടുള്ള ജ്ഞാനം നല്ലതുപോലെ ജ്വലിക്കും. വെറുതെ ജ്ഞാനം മാത്രം സമ്പാദിച്ചു വെച്ചാൽ അത് കെട്ടുപോകും, കാലം കൊണ്ട് കെട്ടുപോകും. അപ്പൊ സമ്പാദിച്ച ജ്ഞാനം കെട്ടുപോകാതിരിക്കാൻ എന്ന് വെച്ചാൽ, ജ്ഞാനം വെറും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ സയൻസ് മാത്രമാണ്, ഒരു നോളജ് അബ്സ്ട്രാക്റ്റ് ആയിട്ടിരിക്കുന്നു. അതിനെ പ്രായോഗികമാക്കലാണ് അതിന്റെ ടെക്നോളജി. തന്ത്രം, യോഗം മുതലായിട്ടുള്ള പൂജാദികളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഈ പഠിച്ച കാര്യത്തെ, തിയറിയെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതായിട്ടുള്ള പദ്ധതികളാണ്. അപ്പൊ തിയറിയും പ്രാക്ടിക്കലും കൂടി ആവുമ്പോഴേ ആ ജ്ഞാനം ഉറയ്ക്കുള്ളൂ. നമ്മളൊക്കെ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അത് വെറും തിയറി മാത്രം പഠിച്ചിട്ടാണോ നമ്മള് മറ്റേ പ്രീ ഡിഗ്രിയും അല്ലെങ്കിൽ ഡിഗ്രികളും ഒക്കെ പാസ്സായത്? ഒപ്പം അതിനെ പ്രായോഗികമായിട്ടും പഠിക്കണം. എങ്ങനെയാണത് അപ്ലൈ ചെയ്യണത് അല്ലെ. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ, മെഡിസിൻ പഠിക്കുമ്പോൾ ഒക്കെ അതാത് തിയറികളെ കൂടുതൽ പ്രായോഗികമായിട്ട് അഭ്യസിക്കുന്നു. അപ്പൊ അഭ്യാസം കൂടി ഉണ്ട് അവിടെ. അപ്പോഴേ അത് നല്ലതുപോലെ നമ്മുടെ അറിവായിട്ട് എന്നും നമ്മളെ അനുഗ്രഹിക്കുള്ളൂ, കൂടെ ഉണ്ടാവുള്ളൂ. മറ്റത് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ A+B² എന്നൊക്കെ കുറെ തിയറികളൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ട്രിഗണോമെട്രിയുടെ കുറെ തിയറികൾ പഠിച്ചു, അല്ലെങ്കിൽ ഫിസിക്സിലെ കുറെ തിയറികൾ പഠിച്ചു, കെമിസ്ട്രിയിലെ കുറെ സൂത്രവാക്യങ്ങളൊക്കെ പഠിച്ചു. അതൊക്കെ സൂത്രവാക്യങ്ങളായിട്ട് തലക്കകത്ത് ഇരിക്കുകയാണ്. അത് പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലൂടെ ബോധ്യം വരണം, നമുക്ക് നമ്മുടെ അനുഭവമായി മാറണം. അപ്പോഴാണ് അത് കൂടുതൽ നമുക്ക് നിഷ്ഠയോടെ എപ്പോഴും നമ്മുടെ കൂടെ അനുഗ്രഹിക്കുക. അതുപോലെയാണ് ഇവിടെ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളാവട്ടെ, അതുകൊണ്ടാണ് ഭഗവത്ഗീത അതിന്റെ സങ്കല്പവാക്യം പറയുമ്പോൾ ഇതി ശ്രീമദ് ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായ യോഗശാസ്ത്രേ.
ബ്രഹ്മവിദ്യയുമാണ്, യോഗശാസ്ത്രവുമാണ്. അപ്പൊ അത് പ്രായോഗികമായിട്ടുള്ള ശാസ്ത്രവുമാണ്. കർമ്മയോഗത്തിലൂടെയോ ഭക്തിയോഗത്തിലൂടെയോ മറ്റ് ഹഠയോഗത്തിലൂടെയോ ഏതൊക്കെ യോഗത്തിലൂടെ വേണമെങ്കിൽ ഈ നേടിയ ജ്ഞാനത്തെ നമുക്ക് അനുഭവമാക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്തു പറഞ്ഞു? യോഗസമീര ദീപിത ജ്ഞാനാഗ്നിന, യോഗമാകുന്ന വായുവിനാൽ ഉജ്ജ്വലിപ്പിക്കപ്പെട്ട ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കർമ്മകൽമഷങ്ങളെ നശിപ്പിച്ചവരായിട്ടുള്ള അപരന്മാർ ആരൊക്കെയാണോ ബ്രഹ്മലോകത്തെത്തിയിട്ടുള്ളത്, ഏതൊക്കെ സിദ്ധന്മാർ ബ്രഹ്മലോകത്തെ പ്രാപിച്ചിട്ടുണ്ടോ, യത് സ്മരണാനുഭാവതഃ അകർമ്മകം സ്വയംഭുവം ധാമഗതാഃ. യത് സ്മരണ അനുഭാവതഃ, ഏതൊരു ഭഗവാന്റെ സ്മരണവും അനുഭാവവും, അല്ലെങ്കിൽ സ്മരണയുടെ അനുഭാവം, മാഹാത്മ്യം, ഏതൊരു ഭഗവത് സ്മരണയുടെ മാഹാത്മ്യം കൊണ്ട് അകർമ്മകം, കർമ്മം കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്ത, ബ്രഹ്മലോകത്തിലേക്ക് കർമ്മം കൊണ്ടല്ല എത്തിച്ചേരേണ്ടത്, കർമ്മം കൊണ്ട് എത്തിച്ചേരാവുന്നത് പിതൃലോകം എന്ന് പറയും. കർമ്മണ പിതൃലോക എന്നാണ്. കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നത് പിതൃലോകങ്ങളാണ്. ബാക്കി പുണ്യങ്ങളെ കൊണ്ടും മറ്റും അതുപോലെയുള്ളതായിട്ടുള്ള ഉപാസനാദികളെ കൊണ്ടൊക്കെയാണ് മറ്റു ഊർധ്വലോകങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. അപ്പൊ അകർമ്മകം സ്വയംഭുവം ധാമഗതാഹ. സ്വയംഭുവം ധാമ, സ്വയംഭുവായ ബ്രഹ്മദേവനെ സംബന്ധിച്ച സ്ഥാനം, അവിടേക്ക് ഗമിച്ചവരായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരാൽ ആവൃത, ചുറ്റപ്പെട്ടവനായിട്ട്, നരദേവ, അല്ലയോ രാജാവേ, ആ ബ്രഹ്മദേവൻ അഭ്യഗാത്, ഭഗവാന്റെ നേരെ അഭിമുഖീകരിച്ച് വവന്തിരേ എന്ന് രണ്ടാമത്തെ ശ്ലോകത്തില് 5ാമത്തെ വരിയിൽ പറയുന്നു. വവന്തിരേ, വവന്തിരേ, വന്ദനം ചെയ്തു, വന്ദിച്ചു എന്നർത്ഥം. അപ്പൊ എല്ലാവരും കൂടെ ബ്രഹ്മദേവനും ഈ വന്നു ചേർന്ന കൂടെയുള്ള ബ്രഹ്മലോകവാസികളായിട്ടുള്ള യോഗ്യന്മാരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ കൂടി ഭഗവാന്റെ പാദത്തെ വന്ദിച്ചു. അപ്പൊ അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം. സത്യം സമീക്ഷ്യാബ്ജഭവോ നഗേന്ദുഭിഃ ഹതസ്വദാമദ്യുതിരാവൃതോഭ്യഗാത് മരീചിമിശ്രാഋഷയോ ബൃഹദ്വ്രതാഃ സനന്ദനാദ്യാ നരദേവ യോഗിനഃ വേദോപവേദാനിയമാന്വിതായമാഃ തർക്കേതിഹാസാംഗപുരാണസംഹിതാഃ യേ ചാപരേ യോഗസമീരദീപിതജ്ഞാനാഗ്നിനാരന്ദിതകർമ്മകൽമഷാഃ വവന്ദിരേ യത് സ്മരണാനുഭാവതഃ സ്വയംഭുവം ധാമ ഗദാ അകർമ്മകം. അദാംഗ്രയേ പ്രോന്നമിതായ വിഷ്ണോഃ ഉപാഹരത് പത്മഭവോ അർഹണോദകം സമർച്ച്യ ഭക്ത്യാഭ്യഗൃണാത് ശുചിസ്രവാ യന്നാഭിഭംഗേരുഹ സംഭവസ്വയം. അദാംഗ്രയേ പ്രോന്നമിതായ വിഷ്ണോഃ ഉപാഹരത് പത്മഭവോർഹണോദകം സമർച്ച്യ ഭക്ത്യാഭ്യഗൃണാത് ശുചിസ്രവാ യന്നാഭിഭംഗേരുഹ സംഭവസ്വയം. അനന്തരം അംഗ്രയേ പ്രോന്നമിതായ വിഷ്ണോഃ ഉപാഹരത് പത്മഭവോ അർഹണോദകം സമർച്ച്യ ഭക്ത്യാ അഭ്യഗൃണാത് ശുചിസ്രവാഃ എന്നാഭിപങ്കേരുഹ സംഭവഃ സ്വയം. ഇവിടെ ബ്രഹ്മദേവനെ വിശേഷിപ്പിക്കുന്നത് പത്മഭവഃ ശുചിസ്രവാഃ എന്നാഭിപങ്കേരുഹ സംഭവഃ. 3 വിശേഷണങ്ങൾ ബ്രഹ്മദേവനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ബ്രഹ്മദേവൻ പത്മഭവഃ, പത്മത്തിൽ നിന്ന് ഭവിച്ചവൻ, താമരയിൽ നിന്ന് ഭവിച്ചവൻ. ശുചിസ്രവാഹ, നല്ല ശുചിയായ ശുദ്ധമായ കീർത്തിയോടുകൂടിയവൻ, യശസ്വിയായിരിക്കുന്നവൻ എന്നും അർത്ഥം. അതുപോലെ എന്നാഭിപങ്കേരുഹ സംഭവഃ, ഏതൊരു ഭഗവാന്റെ നാഭിപങ്കേരുഹത്തിൽ നിന്ന് സംഭവിച്ചവൻ, ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് ഉത്ഭവിച്ചവനായ ബ്രഹ്മദേവൻ എന്ന് ബ്രഹ്മദേവനെ 3 വിശേഷണങ്ങളെ കൊണ്ട് പറഞ്ഞു. അപ്പൊ ശുചിസ്രവാ എന്നാഭിപങ്കേരുഹ സംഭവ, പത്മഭവഃ
അത് അനന്തരം പ്രോന്നമിതായ വിഷ്ണോഹോ അംഗ്രയേ ഉന്നമിത പ്രോന്നമിതം. ഉന്നമിതം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പൊങ്ങിയത് എന്നാണ് അർത്ഥം. നമിതം എന്ന് പറഞ്ഞാൽ താഴോട്ട് നമിച്ചതാണ്. ഇവിടെ ഉന്നമിതമാണ്, ഉന്നമനത്തെ പ്രാപിച്ചത്. നമ്മൾ ഉന്നമനം എന്ന് പറയാറുണ്ടല്ലോ. എന്താ ഉന്നമനം? മുകളിലേക്ക് ഉയരലാണ്. അതിൽ നമനം എന്നുള്ളതായിട്ടുള്ള ക്രിയ ഉണ്ടെങ്കിലും അതിൽ ഉത്ത് എന്നുള്ളതായിട്ടുള്ള പ്രിഫിക്സ് ചേരുന്നതോട് കൂടിയിട്ട് ഉയരുക എന്നുള്ള അർത്ഥത്തിലായി ഉന്നമനം. അപ്പൊ ഉന്നമിതായ മുകളിലേക്ക് തന്റെ ലോകത്തേക്ക് സത്യലോകത്തേക്ക് ഉയർന്നു വന്നതായ എന്ന അർത്ഥത്തിലാണ് ആ ഭഗവാന്റെ വിഷ്ണോഹോ അംഗ്രയേ വിഷ്ണുവിന്റെ പാദത്തിലേക്കായിക്കൊണ്ട് അർഹണോദകം ഉപാഹരത്. അർഹണ ഉദകം. അർഹണം എന്ന് പറഞ്ഞാൽ പൂജ, ഉദകം ജലം. അപ്പൊ പൂജാജലം എന്ന് പറഞ്ഞാലോ പാദം കഴുകുന്ന അർഘ്യപാദ്യാദി ജലത്തെ ഉപാഹരത് സമർപ്പിച്ചു. എന്നിട്ടോ സമർച്ച്യ ഭക്തിയാ അഭ്യഗൃണാത്. ഭക്തിയാ സമർച്ച്യ ഭക്തിപൂർവം ഭഗവാനെ അർച്ചന ചെയ്ത് ആരാധന ചെയ്ത് പൂജ ചെയ്ത് അഭ്യഗൃണാത് നല്ലതുപോലെ സ്തുതിച്ചു. ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ ഭഗവാന്റെ പാദങ്ങളെ തന്റെ മുമ്പിൽ കണ്ട് തന്റെ ലോകം മുഴുവൻ കാന്തി പരത്തുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ഒരു പാദത്തെ, ഇടതുപാദമാണ് ഭഗവാൻ മുകളിലേക്ക് ഉയർത്തിയതായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഇടതുപാദം അതിലെ നഖകാന്തി കൊണ്ട് സത്യലോകം മുഴുവൻ വ്യാപിച്ച് തന്റെ ആ എന്താ പറയുക ബ്രഹ്മലോകത്തിന്റെ എന്താ പറയുക കാന്തിയെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന ഭഗവാന്റെ പാദത്തെ തന്റെ ലോകത്ത് കണ്ടതായിട്ടുള്ള ബ്രഹ്മദേവൻ ഭക്തിപൂർവം അതിനെ തന്റെ കമണ്ഡലു ജലം കൊണ്ട് അർഘ്യപാദ്യാദികളെ സമർപ്പിച്ച് കാല് കഴുകി സ്തുതിച്ചു എന്നാണ്. സമർച്ച്യ ഭക്തിയ അഭ്യഗൃണാത്. ധാതുക്കമണ്ഡലു ജലം തദുരുക്രമസ്യ പാദാവനേ ജന പവിത്രതയാ നരേന്ദ്ര സ്വർദുന്യപൂന്നപസി സാ പതതി നിമാർഷ്ടി ലോകത്രയം ഭഗവതോ വിശദേവ കീർത്തി. ഇരിക്കൂട്ടോ, കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്, അവർ വരാൻ വൈകി. ധാതുക്കമണ്ഡലു ജലം തദുരുക്രമസ്യ പാദാവനേ ജന പവിത്രതയാ നരേന്ദ്ര സ്വർദുന്യഭൂത് നഭസി സാ പതതി നിമാർഷ്ടി ലോകത്രയം ഭഗവതോ വിശദേവ കീർത്തി. സുഖബ്രഹ്മർഷി തുടരുകയാണ്. ഹേ നരേന്ദ്ര, അല്ലയോ പരീക്ഷിത് രാജാവേ, കേൾക്കൂ. ധാതുഹു കമണ്ഡലു ജലം, ആ ദാതാവിന്റെ കമണ്ഡലുവിലെ ജലപാത്രത്തിലെ ജലം, അദ്ദേഹം കൊണ്ടു നടന്നിരുന്നതായിട്ടുള്ള ജലം, ഉരുക്രമസ്യ പാദാവനേജന പവിത്രതയാ സ്വർദുനി അഭൂത്. ഉരുക്രമൻ വലിയ കാൽവെപ്പുകളോടുകൂടിയവൻ. അപ്പൊ രണ്ട് പാദങ്ങളെ കൊണ്ട് വിശ്വം മുഴുവൻ അളന്നു നിൽക്കുന്നവനായ ആ വലിയ കാലുകളോടുകൂടിയവനായിട്ടുള്ള ആ ഭഗവാന്റെ ഉരുക്രമസ്യ പാദാവനേജന പവിത്രതയാ, ഭഗവാന്റെ പാദത്തെ അവനേജനം ചെയ്തതിന്റെ പവിത്രത. ഭഗവാന്റെ പാദത്തെ, തീർത്ഥപാദനാണ് ഭഗവാൻ, ആ ഭഗവാന്റെ പാദത്തെ അവനേജനം ചെയ്യുക, കഴുകുക. ആ കഴുകിയത് കൊണ്ടുള്ളതായിട്ടുള്ള പവിത്രതയാ, അതിന്റെ ശുദ്ധി കൊണ്ട് സ്വർധുനി അഭൂത്, സ്വർഗത്തിലെ ധ്വനിയായി ഭവിച്ചു. ധ്വനി എന്നാൽ പ്രവാഹം, നദി എന്നർത്ഥമാണ്. അപ്പൊ സ്വർധ്വനി സ്വർഗഗംഗയായി ഭവിച്ചു. ഇപ്പോ സ്വർഗഗംഗയായി ഭവിക്കുന്നു. പിന്നീട് അതേ സ്വർഗഗംഗയെ തന്നെയാണ് ഭഗീരഥൻ തന്റെ തപസ്സിലൂടെ പ്രസാദിപ്പിച്ച് മഹാദേവന്റെയൊക്കെ പ്രസാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഭൂമിയിലേക്ക് ആവഹിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഭൂമിയിലെ ഗംഗയായി, പിന്നെ അത് പാതാളത്തിലേക്ക് ചെന്ന് സകരന്മാർക്ക് മോക്ഷം കൊടുക്കുന്നു, പാതാളത്തിലേക്കും ചെല്ലുന്നു. അപ്പൊ അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും അനുഗ്രഹിക്കുന്ന ഗംഗയായി, ത്രിപദഗാമിനിയായി, മൂന്ന് ലോകത്തും വ്യാപിച്ച് നിൽക്കുന്നവളായ ഗംഗയായി മാറുന്നു. അതിനെക്കുറിച്ചാ പറയണത്. പിന്നീട് നഭസി പതതി സാ ഭഗവതഃ വിശദാ കീർത്തി ഇവ ലോകത്രയം നിമാർഷ്ടി. നഭസി പതതി സാ,
നഭസ്സിലേക്ക് പതിക്കുന്ന, നഭസ് ആകാശമാണ്, അപ്പൊ ആകാശത്തിലേക്ക് പതിക്കുന്നതായിട്ടുള്ള ആ ഗംഗ, ആ ഭഗവാന്റെ പാദതീർത്ഥം ഭഗവതഃ വിശദാ കീർത്തിഹീവ, ഭഗവാന്റെ കീർത്തി എങ്ങനെയാണോ എല്ലാ ലോകങ്ങളും വ്യാപിച്ചിരിക്കുന്നത്, 3 ലോകങ്ങളും വ്യാപിച്ചിരിക്കുന്നത്, ഭഗവാന്റെ കീർത്തി വിശദ എന്ന് പറഞ്ഞാലോ നിർമ്മല, പവിത്ര എന്നൊക്കെ അർത്ഥം. കേൾക്കുന്നവരെ ശുദ്ധീകരിക്കുന്നതാണ് ഭഗവാന്റെ കീർത്തി. ഭഗവാന്റെ കീർത്തി കേൾക്കുന്തോറും നമ്മുടെ അഹങ്കാരം കുറയും, നമ്മുടെ ഹൃദയം ശുദ്ധമാകും. കാരണം ഭഗവാന്റെ കീർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന നിയാമകനാണ് ഭഗവാൻ. ഭഗവാന്റെ ഇച്ഛ കൂടാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും അനങ്ങുന്നില്ല. നമ്മളുടെ എല്ലാ കഴിവുകളും ആ ഈശ്വരന്റെ അനുഗ്രഹമാണ്. നമ്മുടെ എല്ലാ ശേഷിയും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ള അറിവാണ് നമുക്ക് ഈ ഭഗവാന്റെ കീർത്തി കേൾക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അത് നിരന്തരം കേൾക്കുന്തോറും നമ്മുടെ അഹങ്കാരം ശമിച്ച് 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 നമ്മൾ ശാന്തരായിത്തീരും. നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷ മത്സരാദികളൊക്കെ നീങ്ങിപ്പോകും. അതുകൊണ്ട് ഭഗവാന്റെ കീർത്തി വിശദാ. അപ്പൊ ഭഗവാന്റെ കീർത്തി എങ്ങനെയാണോ ലോകങ്ങളെ പവിത്രീകരിക്കുന്നത്, അത് കേൾക്കുന്നവരെയൊക്കെ ശുദ്ധീകരിക്കുന്നത്, അതുപോലെ ലോകത്രയം നിമാർഷ്ടി, 3 ലോകങ്ങളെയും ലോകത്രയങ്ങളെയും നിമാർഷ്ടി, നിതരാം മാർജനം കുർവന്തി. മാർഷ്ടി എന്നുള്ളത് മാർജനം ചെയ്യുക എന്നുള്ള, ശുദ്ധമാക്കുക എന്ന അർത്ഥമാണ്. മാർജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക, തുടയ്ക്കുക, ശുദ്ധീകരിക്കുക എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ ലോകത്രയങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കുന്നു. 3 ലോകത്തിലുള്ള ആളുകളെയും ഈ ഗംഗാപ്രവാഹം, ഭഗവാന്റെ പാദതീർത്ഥം സ്പർശിച്ചുകൊണ്ട് ആ ഗംഗയുടെ ദർശനം, ഗംഗാ സ്പർശനം, ഗംഗാ സ്നാനം, ഗംഗാപാനം, ഗംഗാ സ്മരണം, ഗംഗാ പൂജ, ഇതൊക്കെ അവരെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നതാണ് ഭഗവാന്റെ പാദതീർത്ഥമായിട്ടുള്ള ഗംഗ. ഇതിവിടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോ ബ്രഹ്മലോകം അല്ലെങ്കിൽ ബ്രഹ്മദേവൻ കമണ്ഡലു ജലം കൊണ്ട് കഴുകിയപ്പോൾ ഉടനെ അത് സ്വർഗലോകത്തിൽ സ്വർഗ നദിയായിട്ട് സ്വർഗഗംഗയായിട്ട് തീരുന്നു. പിന്നീട് കാലം കൊണ്ടാണ് ഈ 3 ലോകങ്ങളിലേക്കും അത് വന്ന് അനുഗ്രഹിക്കുന്നത്. എങ്കിലും ഇവിടെ സന്ദർഭവശാൽ നമ്മളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. 3 ലോകങ്ങളെയും അനുഗ്രഹിക്കുന്ന ആ വിഷ്ണുപതി അല്ലെങ്കിൽ ത്രിപദഗാമിനി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഗംഗ, അത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ദാദുഃഖമണ്ഡലുജലം തദുരുക്രമസ്യ പാലാവനേ ജന പവിത്രതയാ നരേന്ദ്ര സ്വർദുന്യഭൂത് നവസി സാ പതതി നിമാർഷ്ടി ലോകത്രയം ഭഗവതോ വിശദേവ കീർത്തി. ബ്രഹ്മാദയോ ലോകനാഥാഃ സ്വനാഥായ സമാദൃതാഃ സാനുഗാ ബലിമാ ജക്രുഃ സംക്ഷിപ്താത്മവിഭൂതയേ. ബ്രഹ്മാദയോ ലോകനാഥാഃ സ്വനാഥായ സമാദൃതാഃ സാനുഗാ ബലിമാ ജക്രുഃ സംക്ഷിപ്താത്മവിഭൂതയേ. ബ്രഹ്മാദയഃ ലോകനാഥാഃ, ബ്രഹ്മാദികളാകുന്ന ലോകപാലന്മാർ, ലോകത്തിലെ മറ്റ് സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന, ലോകത്തെ പരിപാലിക്കുന്നതായിട്ടുള്ള ഈശ്വരന്മാർ, ഭഗവാന്റെ ഗവർണർമാർ, ഭഗവാനാൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിയുക്തരായിട്ടുള്ള ഓരോ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ലോകനാഥന്മാർ, അവരെ സമാദൃതാഹ, അവരെ ഭഗവാനെ ആദരിക്കുന്നവരായിക്കൊണ്ട്, ആദരവോടുകൂടിയവരായിട്ട്, സംക്ഷിപ്താത്മവിഭൂതയെ സ്വനാഥായ ബലിം ആജഹ്രു, ബലിയെ ആഹരിച്ചു എന്ന് പറഞ്ഞാൽ, ബലി എന്ന് പറഞ്ഞാൽ പൂജാദ്രവ്യങ്ങൾ എന്നർത്ഥം. അപ്പൊ പൂജാദ്രവ്യങ്ങളെ സമർപ്പിച്ചു, ആജഹ്രു ആഹരിച്ചു, കൊണ്ടുവന്നു കൊടുത്തു. അപ്പൊ ഭഗവാന്റെ പാദങ്ങളിൽ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് സമർപ്പിച്ചു. എങ്ങനെയുള്ളവനായിക്കൊണ്ട്? സ്വനാഥായ എന്ന് പറഞ്ഞു. ഈ ലോകനാഥന്മാർക്കൊക്കെ സ്വനാഥനാണ് ഭഗവാൻ, അവരുടെയൊക്കെ ബോസാണ്, അവരുടെയൊക്കെ നാഥനാണ് ഭഗവാൻ. അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഡിസ്മിസ് ചെയ്യുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്വനാഥായ ബലിമാജഹ്രു. പക്ഷെ എങ്ങനെയുള്ള സ്വനാഥായ? ഇവിടെ പറയുന്നു സംക്ഷിപ്ത ആത്മവിഭൂതയേ. ഈ പദത്തില് ഭഗവാൻ തന്റെ പൂർവ്വരൂപം പ്രാപിച്ചു എന്ന് താല്പര്യം. തന്റെ ആത്മവിഭൂതിയെ സംക്ഷിപ്തമാക്കി, സംക്ഷേപിച്ചു എന്നുവെച്ചാൽ സംഗ്രഹിച്ചു, ചുരുക്കി, ചെറുതാക്കി.
അപ്പൊ വിരാട് രൂപനായി നിന്നിരുന്ന, ത്രിവിക്രമനായി നിന്നിരുന്ന ഭഗവാൻ, എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചു നിന്നിരുന്ന മഹാവിഭൂതിയായിരുന്ന ഭഗവാൻ, വിരാട് പുരുഷൻ ഇപ്പൊ തന്റെ ആത്മവിഭൂതികളെ സംക്ഷേപിച്ചു, ചുരുക്കി പഴയ പൂർവ്വ വാമന രൂപത്തെ പ്രാപിച്ചു. കാര്യം കഴിഞ്ഞു, അളന്നു കഴിഞ്ഞു. 2 പാദങ്ങളെ കൊണ്ട് എല്ലാ ലോകങ്ങളും അളന്നുകൊണ്ട് മഹാബലിക്ക് സാക്ഷാൽ ദർശനം കൊടുത്തു. ഹേ മഹാബലി, നീ കണ്ടല്ലോ, അളന്നത് കണ്ടല്ലോ, എല്ലാം എന്നിലാണെന്ന് കണ്ടല്ലോ എന്ന് കാണിച്ചു കൊടുത്തു. കാര്യം കഴിഞ്ഞതോടുകൂടി ഭഗവാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്റെ രൂപത്തെ പൂർവാവസ്ഥയിലാക്കി ആ വാമന രൂപത്തിൽ അതാ മുമ്പിൽ നിൽക്കുന്നു. അതാണ് സംക്ഷിപ്ത ആത്മവിഭൂതയെ എന്ന് പറഞ്ഞാൽ വാമനായ എന്നർത്ഥം. ആ വാമനരൂപിയായിട്ടുള്ള ഭഗവാന് ഇവരെല്ലാരും കൂടി വന്ന് ബലിം ആജഹ്രു, ബലിയെ സമർപ്പിച്ചു, പൂജാദ്രവ്യങ്ങളെ സമർപ്പിച്ചു. എങ്ങനെയൊക്കെയാണ് പൂജ ചെയ്തത്? തോയൈ സമർഹണൈ സ്രഗ്ഭിഹി ദിവ്യഗന്ധാനുലേപനൈഹി ധൂപൈർദീപൈ സുരഭിർലാജാക്ഷതബലാങ്കുരൈഹി സ്തവനൈർജയശബ്ദൈശ്ച തദ്വീര്യമഹിമാങ്കിതൈഹി നൃത്യവാദിത്രഗീതൈശ്ച ശംഖദുന്ദുഭിനിസ്വനൈഹി. ഈ ബ്രഹ്മാദി ദേവന്മാർ ചെയ്ത പൂജയെ വിസ്തരിക്കുകയാണ്. തോയൈർ സമർഹണൈ സ്രഗ്ഭിഹി ദിവ്യഗന്ധാനുലേപനൈഹി ധൂപൈർദീപൈ സുരഭിഭിഹി ലാജാക്ഷതബലാങ്കുരൈഹി സ്തവനൈർജയശബ്ദൈശ്ച തദ്വീര്യമഹിമാങ്കിതൈഹി നൃത്യവാദിത്രഗീതൈശ്ച ശംഖദുന്ദുഭിനിസ്വനൈഹി. എങ്ങനെയാണോ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ മഹാ ഉത്സവങ്ങൾക്ക് പൂജ ചെയ്യുന്നത്, അനേക ഉപചാരങ്ങളോടുകൂടി, അല്ലെ? സാധാരണ പൂജ ക്ഷേത്രങ്ങളിലൊക്കെ ഷോഡശോപചാര പൂജയാണെങ്കിൽ ഉത്സവങ്ങൾക്കൊക്കെ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളാണ് ചെയ്യുക. അപ്പൊ അതുപോലെ വിസ്തരിച്ചിട്ടുള്ള ഉപചാരങ്ങളോട് കൂടിയതായിട്ടുള്ള പൂജയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തൊക്കെ കൊണ്ട്? തോയൈഹി, തോയം എന്ന് പറഞ്ഞാൽ അർഘ്യപാദ്യാദി, കാല് കഴുകാനും കൈ കഴുകാനും ആചമനം ചെയ്യാനുള്ളതായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട്, അതാണ് തോയൈഹി. സമർഹണൈഹി, അതുപോലെ പൂജയ്ക്കുള്ളതായിട്ടുള്ള മറ്റ് ദ്രവ്യങ്ങളും. സ്രഗ്ഭിഹി എന്ന് പറഞ്ഞാൽ മാലകളെ കൊണ്ട്, പൂമാലകളെ കൊണ്ട്. ദിവ്യഗന്ധ അനുലേപനൈഹി, ദിവ്യങ്ങളായ ഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനം, കസ്തൂരി, അഗരു മുതലായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഭഗവാന് കുറികളും ശരീരത്തിൽ ലേപനങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട്. ദിവ്യഗന്ധാനുലേപനൈഹി ധൂപൈഹി ദീപൈഹി സുരഭിഭിഹി, ധൂപങ്ങൾ, നല്ല സുരഭിയായിട്ടുള്ള ധൂപം എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ളതായിട്ടുള്ള ധൂപം കൊണ്ട് ഭഗവാൻ ആരാധന ചെയ്തു. ദീപങ്ങളെ കൊണ്ട് ആരാധന ചെയ്തു. ലാജ അക്ഷത ഫല അങ്കുരൈഹി, ലാജങ്ങൾ എന്നാൽ മലര്. അപ്പൊ മലര്, അക്ഷതങ്ങൾ എന്ന് പറഞ്ഞാൽ മുറിയാത്ത ധാന്യം, അതുപോലെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതായിട്ടുള്ള പഴങ്ങള്, അതുപോലെ അങ്കുരങ്ങൾ എന്ന് പറഞ്ഞാൽ ദർഭ അല്ലെങ്കിൽ വിത്തുകൾ മുളച്ചതായിട്ടുള്ള അങ്കുരങ്ങൾ. നമ്മുടെ കുംഭാഭിഷേകങ്ങൾ അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠകൾക്കൊക്കെ അങ്കുരാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. അപ്പം നവധാന്യങ്ങൾ മുളപ്പിക്കും, അതൊക്കെ ഭഗവാനെ സമർപ്പിക്കാനുള്ളതാണ്. അതിൽ ഭഗവാനെ ധാന്യാദിവാസം എന്ന് പറഞ്ഞ് ധാന്യത്തിൽ ശയിപ്പിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്കുരങ്ങൾ, അതാണ് അവിടെ ഫല അങ്കുരൈഹി, പലതരത്തിലുള്ളതായിട്ടുള്ള അങ്കുരങ്ങളെ കൊണ്ടും. സ്തവനൈഹി ജയശബ്ദൈശ്ച, സ്തവനങ്ങൾ, സ്തുതികൾ, ഭഗവാനെ സ്തുതിക്കുക. ജയശബ്ദം, ഭഗവാന് ജയ ജയ എന്ന് വിളിക്കുക. തദ് വീര്യമഹിമാങ്കിതൈഹി, ഭഗവാന്റെ വീര്യവും മഹിമയും വർണ്ണിക്കുന്നതായിട്ടുള്ള കീർത്തനങ്ങളെ കൊണ്ട്, ജയശബ്ദങ്ങളെ കൊണ്ടും. നൃത്യവാദിത്രഗീതൈശ്ച, നൃത്തങ്ങൾ, വാദ്യങ്ങൾ, ഗാനങ്ങൾ, ഇതെല്ലാം കൊണ്ടും. ശംഖദുന്ദുഭി നിസ്വനൈഹി, ശംഖം, ദുന്ദുഭി മുതലായിട്ടുള്ള നിസ്വനങ്ങളെ കൊണ്ട്, ആ വാദ്യഘോഷങ്ങളെ കൊണ്ടെല്ലാം ഭഗവാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ വിജയം ആഘോഷിച്ചു. ഭഗവാന്റെ വിജയം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ വിജയമാണ്, ലോകത്തിന്റെ വിജയമാണ്. ലോകം നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. ആ ധർമ്മത്തെ പരിപാലിക്കുന്നത് ധർമ്മസ്യ പ്രഭുരച്യുത. ആ അച്യുതന്റെ വിജയം ധർമ്മത്തിന്റെ വിജയം തന്നെയാണ്. ധർമ്മത്തിന്റെ വിജയം നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസത്തെ, ഭഗവാന്റെ വിജയ ദിവസത്തെ, തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത്.
അപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന തിരുവോണം എന്നുള്ളത് ഒന്നാമത് വാമന ജയന്തി, രണ്ടാമത് ഭഗവാന്റെ ഈ ത്രിവിക്രമ വിജയം. വിശ്വം മുഴുവൻ ഭഗവാന്റേതാണെന്നുള്ള ദർശനം കൊടുത്ത് അഹങ്കാരിയായിരുന്ന, അധർമ്മം പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള മഹാബലിയെ അഹങ്കാരമില്ലാതെയാക്കി ധാർമ്മികനാക്കി മാറ്റി അദ്ദേഹത്തിന് ശരിയായ ജ്ഞാനം കൊടുത്തു, ദർശനം കൊടുത്തു. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീതാഹ മാ കൃതകസ്യ സിദ്ധനം എന്നുള്ള അറിവ് കൊടുത്തുകൊണ്ട് ആ ധർമ്മ സംസ്ഥാപനം ചെയ്തു ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ധർമ്മ സംസ്ഥാപന വിജയമാണ് ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, ആഘോഷിക്കേണ്ടത്. ബാക്കിയൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഭഗവാന്റെ വിജയമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്, ഭഗവാനെയാണ് കൊണ്ടാടേണ്ടത്, അല്ലാതെ മഹാബലിയെ അല്ല. മഹാബലിയെ നിന്ദിക്കാനൊന്നും പറഞ്ഞില്ല. മഹാബലി നമ്മൾ ഇന്നലെ വിശദമായിട്ട് മഹാബലി ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ, മഹാബലിയുടെ മഹത്വം എല്ലാം നമ്മൾ കണ്ടു. മഹാബലി പക്ഷേ അറിവില്ലായ്മ കൊണ്ട് അസുരത്വം വന്നു ചേർന്ന, അഥവാ അഹങ്കാരം വന്നു ചേർന്ന് ലോകങ്ങളുടെ മുഴുവൻ ഏക ഈശ്വരൻ താനാണെന്ന് തെറ്റിദ്ധരിച്ച പാവമായിരുന്നു. ആ പാവത്തിന്റെ അജ്ഞാനം നീക്കി അഭിമാനത്തെ ഇല്ലായ്മ ചെയ്ത് എല്ലാം ഭഗവാനാണെന്നുള്ള സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. അതോടുകൂടി ആള് നല്ലവനായി. ആ നല്ലവനായ മഹാബലിയെ നമുക്ക് പൂജിക്കാം. ആരുടെ കൂടെ? ഭഗവാന്റെ കൂടെ. ഭഗവാന് പ്രാമുഖ്യം, മഹാബലി അദ്ദേഹത്തിന്റെ പാർഷദനായി, സേവകനായി കൂടെ പൂജിക്കാം. നമ്മളെല്ലാ ദേവന്മാരെയും പൂജിക്കുമ്പോൾ അവരുടെ വാഹനങ്ങളോട് കൂടിയിട്ടാ പൂജിക്കുക. മഹാദേവനെ പൂജ ചെയ്താൽ നന്ദികേശ്വരന് പൂജ ചെയ്യണം. ഏത് ഭഗവാനെ പൂജിച്ചാലും, വിഷ്ണുവിനെ പൂജിച്ചാൽ ഗരുഡാഴ്വാരെ പൂജിക്കണം. വിഘ്നേശ്വരനെ പൂജിച്ചാൽ മൂഷിക വാഹനത്തെ പൂജിക്കണം. സുബ്രഹ്മണ്യസ്വാമിയെ പൂജിച്ചാൽ മയിലിനെ പൂജിക്കണം. എല്ലാം കൂടെ പൂജിക്കണം. അതുപോലെ ഇവിടെ ഭഗവാനെ, ത്രിവിക്രമനെ, വാമനനെ പൂജിക്കുമ്പോൾ കൂടെ മഹാബലിയെ പൂജിക്കാം. അല്ലാതെ മഹാബലിയെ മുഖ്യത്വം കൊടുത്തുകൊണ്ടും ഭഗവാനെ നിന്ദിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഓണാഘോഷം അറിവില്ലായ്മയാണ്, തെറ്റാണ്, തെറ്റിദ്ധാരണയാണ്, മാറ്റേണ്ടതാണ്. അപ്പൊ ഇവിടെ ഈ ദേവന്മാരൊക്കെ കൂടി ഭഗവാന് ചെയ്ത പൂജയുടെ പ്രതീകം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഓണത്തിന് ചെയ്യുന്ന പൂജ. അവരൊക്കെ പൂജിച്ചു എന്നല്ലേ പറഞ്ഞു. എങ്ങനെയൊക്കെ പൂജിച്ചു? തോയൈ സമർഹണൈ സ്രഗ്ഭിഃ ദിവ്യഗന്ധാനുലേപനൈഃ ധൂപൈർ ദീപൈ സുരഭിഭിഃ ലാജാക്ഷതബലാങ്കുരൈഃ സ്തവനൈർ ജയശബ്ദൈശ്ച തദ്വീര്യമഹിമങ്കിതൈഃ നൃത്യവാദിത്രഗീതൈശ്ച സംഗതുന്ദുവിനിസ്വനൈഃ. ഈ പറഞ്ഞ പൂജയൊക്കെ നമ്മൾക്കും ചെയ്യാവുന്നതാണ്, നമ്മളും ചെയ്യേണ്ടതാണ്. അറിയും പോലെയൊക്കെ ചെയ്യാം. ഓരോരുത്തരും യഥാശക്തി അതുപോലെ അവരവരുടെ അറിവിനനുസരിച്ച് ഭഗവാനെ എങ്ങനെയൊക്കെ പൂജിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ, ആ ഭഗവാന്റെ മഹിമ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയോ അതുപോലെയൊക്കെ പൂജിക്കും. അപ്പൊ ഇതാണ് ഈ സന്ദർഭത്തില് പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുള്ള കാര്യം. ജാംബവാൻ വൃക്ഷരാജസ്തോ ഭേരീ ശബ്ദൈർമനോജവഃ വിജയം ദിക്ഷു സർവാസു മഹോത്സവം അഘോഷയത്. ജാംബവാൻ വൃക്ഷരാജഃ തു ഭേരീ ശബ്ദൈഃ മനോജവഃ വിജയം ദിക്ഷു സർവാസു മഹോത്സവം അഘോഷയത്. വൃക്ഷരാജഃ ജാംബവാൻ, ആ ബ്രഹ്മാവിന്റെ പുത്രനായി അറിയപ്പെടുന്ന കരടികളുടെയൊക്കെ രാജാവായിട്ടുള്ള, വൃക്ഷം എന്നാൽ കരടിയാണ്, അപ്പൊ കരടികളുടെയൊക്കെ രാജാവായ ജാംബവാൻ. മനോജവഃ, അദ്ദേഹത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ അന്ന് ചെറുപ്പമാണ് അല്ലേ. അത് ജാംബവാൻ തന്നെ രാമായണത്തിൽ പറയുന്നു ഹനുമാൻ സ്വാമിയോട് സമുദ്രതരണ സമയത്ത്, എന്റെ ബാല്യത്തിൽ, എന്റെ യൗവനത്തിലൊക്കെ ഞാൻ ഇതാന്ന് പറയുമ്പോഴേക്കും വേണമെങ്കിൽ പോയിട്ട് വരുമായിരുന്നു. ഇപ്പൊ എനിക്ക് വയസ്സായി, യുഗങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോ സമുദ്രത്തിലേക്ക് അപ്പുറത്തേക്ക് തരണം ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല. ഇനി അഥവാ ഞാൻ ചാടിപ്പോയാൽ കണക്ക് തെറ്റി ലങ്കയ്ക്കും അപ്പുറത്തേക്കും ചിലപ്പോൾ ചാടിപ്പോകാം. അതുകൊണ്ട് എന്റെ പ്രായം ഇപ്പൊ എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വൃദ്ധനാണ്. അപ്പൊ വൃദ്ധനായിട്ടുള്ള എന്നെ നിങ്ങൾ അയക്കുന്നതിലും ഭേദം ശക്തനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഹനുമാൻ പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ആ പ്രായത്തില് ഭഗവാൻ വാമനമൂർത്തി ത്രിവിക്രമനായപ്പോൾ 21 വട്ടം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഭേരി അടിച്ച് മുഴക്കി ഭഗവാന്റെ വിജയം ആഘോഷിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. വൃക്ഷരാജ ജാംബവാൻ മനോജവ, മനസ്സിന്റെ വേഗതയുള്ളവനായിട്ടുള്ള അദ്ദേഹം ഭേരീ ശബ്ദൈഹി, ഭേരി മുഴക്കിക്കൊണ്ട് സർവാസു ദിക്ഷു, എല്ലാ ദിക്കുകളിലും ഭഗവാന്റെ വിജയം മഹോത്സവം, വിജയത്തിന്റെ മഹോത്സവത്തെ അഘോഷയത്, ഘോഷണം ചെയ്തു, വിളംബരം ചെയ്തുകൊണ്ട്, ഭഗവാന്റെ ത്രിവിക്രമന്റെ വിജയം വിളംബരം ചെയ്തുകൊണ്ട് ജാംബവാൻ ഭേരി മുഴക്കിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ്. മഹീം സർവാം ഹൃതാം ദൃഷ്ട്വാ ത്രിപദവ്യാജയാജ്ഞയാ ഊജുസ്വഭർത്തുരസുരാഃ ദീക്ഷിതസ്യാത്യമർഷിണഃ. മഹീം സർവാം ഹൃദാം ദൃഷ്ട്വാ ത്രിപദവ്യാജയാജ്ഞയാ ഊജുസ്വഭർത്തുരസുരാഃ ദീക്ഷിതസ്യാത്യമർഷിണഃ. അസുരന്മാരുടെ ദൃഷ്ടിയില് ഭഗവാൻ മഹാബലിയാകുന്ന തങ്ങളുടെ യജമാനനിൽ നിന്ന് വ്യാജേന ലോകങ്ങളെ മുഴുവൻ അപഹരിച്ചെടുത്തു എന്നാണ് അവര് കാണുന്നത്. മഹാബലിക്ക് യഥാർത്ഥ ദൃഷ്ടിയുണ്ടായി. മഹാബലി ഭഗവാന്റെ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് വിശ്വം എന്നുള്ള വിശ്വരൂപ ദർശനം ഉണ്ടായപ്പോ മത്സരബുദ്ധിയുള്ള, അന്ധക്കരണ ശുദ്ധിയില്ലാത്ത, ഭേദബുദ്ധിയുള്ളതായിട്ടുള്ള ഈ അസുരന്മാർക്കൊക്കെ ഭഗവാനെ അന്യനായിട്ടാണ് തോന്നിയത്. ഈ ലോകം ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് തോന്നി. അങ്ങനെ ഭിന്നനായിരിക്കുന്ന ഭഗവാൻ മഹാബലിയെ വഞ്ചിച്ചുകൊണ്ട് ചെറിയ രൂപത്തിൽ വന്ന് വലിയ രൂപമായി മാറി ഈ വിശ്വത്തെ മുഴുവൻ കപടവേഷേണ തന്റെ വലിയ കാലടികളെ കൊണ്ട് അളന്നെടുത്തു. അപ്പോ വഞ്ചകനായിട്ടാണ് അസുരന്മാർക്ക് ഭഗവാനെ തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ മൂഢന്മാർക്കുമൊക്കെ ഇതുതന്നെയാണ് തോന്നല്. അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല, എന്താ കഥ എന്ന് മനസ്സിലായിട്ടില്ല. അവരൊക്കെ കഥയറിയാതെ ആട്ടം കാണുകയാണ്. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ത്രിപദ വ്യാജ യാജ്ഞയാ. ത്രിപദം 3 അടി, അത് വ്യാജയാജ്ഞ. വ്യാജയാജ്ഞ എന്ന് പറഞ്ഞാൽ കപടമായിട്ടുള്ള യാചന. എനിക്ക് 3 അടി മതി എന്നുള്ള കപടമായിട്ടുള്ള യാചനയിലൂടെ ദീക്ഷിതസ്യ സ്വഭർത്തുഹു സർവാം മഹീം ഹൃദാം ദൃഷ്ട്വ. ഈ അസുരന്മാരെന്താ കാണുന്നത്? സർവാം മഹീം ഹൃദാം ദൃഷ്ട്വ, സർവഭൂമിയെയും ഹരിക്കപ്പെട്ടതായിട്ട് കണ്ടു. ഈ മഹാബലി എങ്ങനെയുള്ളവനാണ്? ദീക്ഷിതസ്യ സ്വഭർത്തുഹു. സ്വഭർത്തുഹു സ്വഭർത്താവ്, സ്വന്തം സ്വാമി, യജമാനൻ. അദ്ദേഹം ദീക്ഷിതനാണ്. ഇപ്പൊ അശ്വമേധ യാഗത്തിന് വേണ്ടി ദീക്ഷ വ്രതം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആയുധമെടുക്കാൻ പാടില്ല. അപ്പൊ നിരായുധനായ ദീക്ഷിതനായ തങ്ങളുടെ സ്വാമിയെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം ആയുധമെടുക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കള്ളത്തരം പ്രവർത്തിക്കുകയാണ് എന്നാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് സർവാം മഹീം ഹൃദാം ദൃഷ്ട്വാ അത്യമർഷിണഃ അസുരാഃ ഊജു. അതി അമർഷത്തോടുകൂടി, അമർഷമെന്നാൽ രോഷം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ, മർഷണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അമർഷം. മർഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, അടക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. വൃത്തിയാക്കുക, ശുദ്ധമാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആ കൂട്ടത്തില് അടക്കുക എന്ന അർത്ഥമുണ്ട്. അതിന് ഓപ്പോസിറ്റാണ് അമർഷം, അടക്കാൻ പറ്റായിക. അപ്പൊ അടക്കാൻ പറ്റാത്തതായിട്ടുള്ള കോപത്തോടു കൂടിയവരായ അസുരാഹ ഊജുഹു. ആ അസുരന്മാര് പരസ്പരം പറയുകയാണ്. കാരണം നമ്മുടെ യജമാനൻ, അദ്ദേഹം വ്രതം ദീക്ഷിച്ചിരിക്കുകയാണ്, അദ്ദേഹം ആയുധമെടുക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് യജമാനനെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആയുധമെടുത്ത് ഈ വിഷ്ണുവിനെ ബന്ധിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി പുറപ്പെടുകയാണ്. പരസ്പരം അസുരന്മാര് തമ്മിൽ പറയുകയാണ്. നവാ അയം ബ്രഹ്മബന്ധു വിഷ്ണുർമായാവിനാംബരഃ ദ്വിജരൂപ പ്രതിച്ഛന്നോ ദേവകാര്യം ചികീർഷതി അനേന യാചമാനേന ശത്രുണാ വടുരൂപിണ സർവസ്വം നോ ഹൃതം ഭർത്തുഃ ന്യസ്തദണ്ഡസ്യ ബർഹിഷി സത്യവ്രതസ്യ സതതം ദീക്ഷിതസ്യ വിശേഷതഃ നാനൃതം ഭാഷിതും ശക്യം ബ്രഹ്മണ്യസ്യ ദയാവതഃ തസ്മാദസ്യ വധോ ധർമ്മോ ഭർത്തുഃ ശുശ്രൂഷണം ച നഃ ഇതി ആയുധാനി ജഗൃഹു ബലേരനുചരാസുരാഃ.
തേ സർവേ വാമനം ഹന്തും ശൂലപട്ടിശപാണയഃ അനിച്ഛതോ ബലേ രാജൻ പ്രാദ്രവൻ ജാതമന്യവഃ. അപ്പോ ആ അസുരന്മാർ തമ്മിൽ പറയുന്ന വാക്കുകൾ നവാ അയം ബ്രഹ്മബന്ധുഃ വിഷ്ണുഃ മായാവിനാം വരഃ ദ്വിജരൂപ പ്രതിച്ഛന്നോ ദേവകാര്യം ചികീർഷതി. അയം വിഷ്ണുഃ, ഈ വന്നിരിക്കുന്ന വിഷ്ണു നവാ ബ്രഹ്മബന്ധുഃ, ഇവൻ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണ വേഷത്തിലാണ് വന്നത് അല്ലെ, പക്ഷെ ഇവൻ യഥാർത്ഥ ബ്രാഹ്മണനല്ല. പിന്നെയോ മായാവിനാം വരഃ, മായാവികളിൽ വെച്ച് കേമനാണ്, കപട വേഷധാരിയാണ്, എന്ത് മായയും കാണിക്കാൻ മടിയില്ലാത്തവനാണ്, വേഷം കെട്ടാൻ മിടുമിടുക്കനാണ്. അതുകൊണ്ടവൻ യഥാർത്ഥ ബ്രാഹ്മണനല്ല. സത്യം തന്നെ, ഭഗവാൻ ബ്രാഹ്മണനൊന്നുമല്ല. ഭഗവാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല. ഭഗവാൻ അതിനൊക്കെ അപ്പുറത്താണ്. ഭഗവാന്റെ ഈ അംശമായിരിക്കുന്ന ഈ ലോകത്തിലെ ചില ത്രിഗുണങ്ങളെ കൊണ്ടുള്ള ചില വ്യവസ്ഥകൾ, ചില സൃഷ്ടികൾ മാത്രമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ. ഇപ്പൊ എന്റെ തലമുടി ഞാനാണെന്ന് ആരെങ്കിലും പറയൂ? എന്റെ ചെറിയൊരു അംശം മാത്രമാണ് എന്റെ തലമുടി. അതുപോലെയുള്ളൂ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ചെറിയൊരു അംശം. ബ്രാഹ്മണോസ്യ മുഖമാസീത്, ഭഗവാന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനുണ്ടായി എന്ന് വെച്ചാൽ ഇവിടെ വിരാട് പുരുഷന്റെ മുഖത്തു നിന്ന്, വിരാട് പുരുഷന്റെ മുഖസ്ഥാനമാണ് ബ്രാഹ്മണർക്ക്. ചെറിയൊരു അംഗം മാത്രമാണ്, ചെറിയൊരു അംശം മാത്രമാണ്. ഭഗവാൻ ബ്രാഹ്മണനൊന്നുമല്ല. സത്യം തന്നെയാണ് അവർ പറഞ്ഞത്. എങ്കിലും അവര് വിചാരിച്ച ബ്രാഹ്മണനല്ല അല്ലെ. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരും അറിവില്ലാത്ത മൂഢന്മാരും ഒക്കെ എന്താണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നൊക്കെ അവർക്കൊരു ധാരണയുണ്ട്. യഥാർത്ഥ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആരാന്നൊന്നും ഇവർക്ക് ഈ മൂഢന്മാർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അവര് വർണ്ണാശ്രമധർമ്മം എന്ന് കേൾക്കുമ്പോഴേക്കും അവര് വെളിച്ചപ്പാടുകളാവാൻ തുടങ്ങും. അപ്പൊ എന്താണ് ബ്രാഹ്മണ്യം, ആരാണ് ബ്രാഹ്മണൻ, അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അപ്പോൾ ഇവിടെയും ഇവരും കരുതിയിരിക്കുന്നത് ഭഗവാൻ ഒരു വേഷം കെട്ടി വന്നു, അത് ബ്രാഹ്മണ വേഷമല്ല, ബ്രാഹ്മണനല്ല, ഒറിജിനൽ അല്ല. അയം ബ്രഹ്മബന്ധുഃ നവൈ മായാവിനാം വരഃ വിഷ്ണുഃ, മായാവികളിൽ വെച്ച് കേമനായിട്ടുള്ള കള്ള എന്താ പറയുക തിരുമാലിയാണ്, വിഷ്ണുവാണ്. ദ്വിജരൂപ പ്രതിച്ഛന്നഃ ദേവകാര്യം ചികീർഷതി. ദ്വിജരൂപ പ്രതിച്ഛന്നഃ, ബ്രാഹ്മണ രൂപത്തിൽ സ്വയം മറച്ചുകൊണ്ട് പ്രതിച്ഛന്നനായിട്ട് പ്രച്ഛന്ന വേഷധാരിയായിട്ട് ദേവകാര്യം ചികീർഷതി, ദേവന്മാരുടെ കാര്യത്തെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. കർത്തുമിച്ഛതി. അപ്പൊ ദേവന്മാരുടെ കാര്യസാധ്യത്തിന് കപട വേഷധാരിയായി വന്ന വിഷ്ണുവാണ്. ഇവൻ ഒറിജിനൽ ബ്രാഹ്മണനല്ല. ഇവൻ നമ്മുടെ മുതലാളിയെ, നമ്മുടെ ബോസിനെ, നമ്മുടെ സ്വാമിയെ വഞ്ചിച്ചിരിക്കുന്നു. അനേന യാചമാനേന ശത്രുണാ വടുരൂപിണ സർവസ്വം നോ ഹൃദം ഭർത്തുഃ ന്യസ്തദണ്ഡസ്യ ബർഹിഷി. അനേന വടുരൂപിണ യാചമാനേന, ഈ വടുരൂപത്തിൽ ബ്രഹ്മചാരി രൂപത്തിൽ വന്ന് യാചിക്കുന്നവനായിട്ടുള്ള ഇവനാൽ ശത്രുണ, ഇവൻ ആരാ? ശത്രുവാണ്, നമ്മളെ തകർക്കാൻ വന്നവനാണ്. ശത്രുണ ബർഹിഷി ന്യസ്തദണ്ഡസ്യ നഹ ഭർത്തുഃ സർവസ്വം ഹൃദഃ. ബർഹിഷി എന്ന് പറഞ്ഞാൽ യാഗത്തിൽ, ബർഹിസ് എന്ന് പറഞ്ഞാല് ദർഭ എന്നാണ് അക്ഷരാർത്ഥം. ദർഭ ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മം യാഗം ബർഹിസ്. അപ്പൊ ഈ യാഗത്തിൽ, ഈ അശ്വമേധയാഗത്തിൽ ദീക്ഷ വരിച്ച് ന്യസ്തദണ്ഡനാണ്. ന്യസ്തദണ്ഡൻ എന്ന് പറഞ്ഞാൽ ദണ്ഡത്തെ ഉപേക്ഷിച്ചവൻ, ആയുധങ്ങൾ ഉപേക്ഷിച്ച് അഹിംസാവ്രതം സ്വീകരിച്ചവൻ. അപ്പൊ അങ്ങനെയുള്ള യജമാനനായി വ്രതത്തോടു കൂടിയിരിക്കുന്ന നമ്മുടെ നഹ ഭർത്തുഹു, നമ്മുടെ സ്വാമിയുടെ സർവസ്വം ഹൃദം എല്ലാം അപഹരിച്ചു ഈ കള്ളൻ വന്നിട്ട്. അപ്പോ ബ്രഹ്മചാരി വേഷത്തിൽ യാചിച്ചു വന്ന ഈ ശത്രുവിനാൽ യാഗത്തിൽ ദീക്ഷിതനായിരിക്കുന്ന ആയുധമെടുക്കാത്തവനായിട്ട് നമ്മുടെ സ്വാമിയെ വഞ്ചിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർവസ്വവും ഹരിച്ചിരിക്കുന്നു. സത്യവ്രതസ്യ സതതം ദീക്ഷിതസ്യ വിശേഷതഃ നാമൃതം ഭാഷിതും ശക്യം ബ്രഹ്മണ്യസ്യ ദയാവതഃ. അവരുടെ സ്വാമിയായ മഹാബലിയെ പുകഴ്ത്തുകയാണ്, അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ പറയുകയാണ്.
സത്യവ്രതസ്യ സതതം സതതം സത്യവ്രതസ്യ, എപ്പോഴും സത്യം തന്നെ വ്രതമായിരിക്കുന്നവരാണ് നമ്മുടെ സ്വാമി. അപ്പൊ പിന്നെ യാഗദീക്ഷ ഭരിച്ചിരിക്കുമ്പോ പറയേണ്ടതുണ്ടോ? നിരന്തരം സത്യം മാത്രം പറയുകയും പാലിക്കുകയും ചെയ്യുന്നവൻ ഇപ്പൊ യാഗദീക്ഷയും കൂടി വരിച്ചിരിക്കുന്നു. അപ്പൊ സത്യവ്രതസ്യ സതതം ഇതാണ് വിശേഷത ദീക്ഷിതസ്യ. വിശേഷമായിട്ട് ഇപ്പൊ ദീക്ഷയെ സ്വീകരിച്ചിരിക്കുന്നു, യാഗത്തിൽ ദീക്ഷ ചെയ്തിരിക്കുന്നു. ബ്രഹ്മണ്യസ്യ, ബ്രാഹ്മണനെ പൂജിക്കുന്നവനാണ് നമ്മുടെ സ്വാമി. ദയാവതഃ, ദയാവാനാണ്, ആരുടെ നേരെയും കരുണ കാണിക്കുന്നവനാണ്. അതിൽ ബ്രാഹ്മണരോട് പ്രത്യേകം ബഹുമാനം കാണിക്കുന്നവനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് അനൃതം ഭാഷിതും ന ശക്യം, അദ്ദേഹം കളവ് പറയുന്ന ആളേ അല്ല, അദ്ദേഹത്തിന് സാധിക്കില്ല. അനൃതം ഭാഷിതും, അസത്യം പറയുവാനായിക്കൊണ്ട് ന ശക്യം, സാധ്യമല്ല. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും അസത്യം പറയാത്ത ആളാണ്. പിന്നെ ഈ വ്രതത്തിലിരിക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണ വേഷത്തിൽ മുമ്പിൽ വന്നിരിക്കുമ്പോ എങ്ങനെ അസത്യം പറയും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമ്മുടെ സ്വാമി പാവം, അദ്ദേഹം ഇവിടെ ചതിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. തസ്മാദസ്യ വധോ ധർമ്മോ ഭർത്തുഃ ശുശ്രൂഷണം ച നഃ ഇത്യായുധാനി ജഗൃഹുഃ ബലേരനുചരാസുരാഃ. അതുകൊണ്ട് തസ്മാത്, ഈ അവസ്ഥ കൊണ്ട്, അസ്യ വധോ ധർമ്മഃ, ഇവനെ വധിക്കുകയാണ് നമ്മുടെ കർത്തവ്യം, നമ്മുടെ ധർമ്മം. ഭർത്തുഃ ശുശ്രൂഷണം ച നഃ, നമ്മുടെ സ്വാമിക്ക് ശുശ്രൂഷണം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ധർമ്മം. അപ്പൊ നമ്മുടെ സ്വാമിക്ക് എന്താ പറയുക, ഹിതമായിട്ടുള്ള കാര്യം പ്രവർത്തിക്കേണ്ടവരാണ് കിങ്കരന്മാരായ നമ്മള്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ധർമ്മം എന്താണ്? അദ്ദേഹത്തെ രക്ഷിക്കുക, അദ്ദേഹത്തിന് വേണ്ടി ഈ ദുഷ്ടനെ, ഈ വിഷ്ണുവിനെ വധിക്കുക. തസ്മാദസ്യ വധോ ധർമ്മോ ഭർത്തുഃ ശുശ്രൂഷണം ച നഃ ഇതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആയുധാനി ജഗൃഹുഃ ബലേഹേ അനുചരാസുരാഃ, അവരോരോരുത്തരും അവരവരുടെ ആയുധങ്ങളെ സ്വീകരിച്ചു. ജഗൃഹു, ഗ്രഹിച്ചു. ആരാ? ബലേഹേ അനുചര അസുരാഹ, ബലിയുടെ അനുചരന്മാരായ മറ്റ് അസുരന്മാരെല്ലാവരും, രാഹു, വിപ്രജിത്തി, എന്താ നമുചി മുതലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആയുധങ്ങളുമായിട്ട് പൊങ്ങി വന്നു. തേ സർവേ വാമനം ഹന്തും ശൂലപട്ടിശപാണയഃ അനിച്ഛതോ ബലേ രാജൻ പ്രാദ്രവൻ ജാതമന്യവഃ. തേ സർവേ, അവരെല്ലാവരും തന്നെ വാമനം ഹന്തും, ആ വാമനമൂർത്തിയെ ഹനിക്കുവാൻ, ഉപദ്രവിക്കുവാനായിക്കൊണ്ട് ശൂല പട്ടിശ പാണയ, അവരുടെ പാണികളിൽ, കൈകളിൽ ശൂലം, പട്ടിശം മുതലായ ആയുധങ്ങൾ. എന്നിട്ടോ ബലേ അനിച്ഛതോ, ബലേഹേ ബലി ഇച്ഛിക്കാത്തപ്പോഴും, ബലി അത് ആഗ്രഹിക്കുന്നില്ല, ബലി പറഞ്ഞിട്ടില്ല, ബലി ആജ്ഞാപിച്ചിട്ടില്ല, ബലി സങ്കല്പിച്ചിട്ട് പോലുമില്ല ഇങ്ങനൊരു അവസ്ഥ. പക്ഷേ ഇവര് സ്വയം ജാതമന്യവഹ, കോപം ഉണ്ടായവരായിട്ട്, മന്യുജാതന്മാരായിട്ട്, പ്രാദ്രവൻ പാഞ്ഞു ചെന്നു. ആരുടെ നേരെ? വാമനന്റെ നേരെ. ഹേ രാജാവേ. അപ്പൊ ഓരോരുത്തരും ആയുധപാണികളുമായിട്ട് ഇത് നമ്മുടെ കർത്തവ്യമാണെന്ന് കരുതിക്കൊണ്ട് ബലിയോട് അനുവാദമൊന്നും ചോദിക്കുന്നില്ല. ബലി യാതൊരു തരത്തിലും ഇത് ഇച്ഛിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ബലിയുടെ സമ്മതം കൂടാതെ ഇവരെല്ലാരും കൂടി ഭഗവാന്റെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. താൻ അഭിദ്രവതോ ദൃഷ്ട്വാ ദിദിജാനീകപാൻ നൃപ പ്രഹസ്യാനുചരാ വിഷ്ണോഃ പ്രത്യഷേധന്നുദായുധാഃ. നന്ദസുനന്ദോദജയോ വിജയഃ പ്രബലോ ബലഃ കുമുദകുമുദാക്ഷശ്ച വിശ്വക്സേനഃ പദത്രിരാട് ജയന്തഃ ശ്രുതദേവശ്ച പുഷ്പദന്തോദസത്വതഃ സർവേ നാഗായുധപ്രാണാഃ ചമൂം തേ ജഗ്നുരാസുരീം. താനഭിദ്രവതോ ദൃഷ്ട്വാ ദിദിജാനീകപാൻ നൃപ പ്രഹസ്യാനുചരാ വിഷ്ണോഃ പ്രത്യഷേധന്നുദായുധാഃ. അപ്പോ താൻ അഭിദ്രവത ദൃഷ്ട, അഭിദ്രവത എന്ന് പറഞ്ഞാൽ അഭിദ്രവിക്കുക, നേർക്ക് പാഞ്ഞു വരിക. ഭഗവാൻ വിഷ്ണുവിന്റെ, അതാണ് വിഷ്ണോഹോ, വിഷ്ണുവിന്റെ നേർക്ക് പാഞ്ഞു വരുന്നവരെ ദൃഷ്ട്വ, കണ്ടിട്ട്. ആരാണ് പാഞ്ഞു വരുന്നത്? ദിദിജ അനീകപാൻ, ദിദിജൻ മഹാബലി, അദ്ദേഹത്തിന്റെ അനീകപാൻ എന്ന് പറഞ്ഞാൽ അനീകപഹ ഏകവചനം, സേനാപതി, നായകൻ എന്നൊക്കെ അർത്ഥം. അനീകങ്ങളുടെ പതി, അനീകപഹ.
അതിന്റെ ബഹുവചനം ദ്വിതീയാണ്. അനീകപാൻ ശത്രുസേനാനായകന്മാരെ കണ്ടിട്ട്, ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, പ്രഹസ്യ അനുചരാഹ വിഷ്ണോഹോ അനുചരാഹ. ആ സന്ദർഭത്തിൽ വിഷ്ണുവിന്റെ അനുചരന്മാർ അവിടെ സാന്നിധ്യമായി. അവര് പ്രഹസ്യ ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, പ്രത്യഷേധൻ ഉദായുധാഹ, അവരുടെ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉദായുധന്മാരായി പ്രതിഷേധിച്ചു, ഡിഫെൻഡ് ചെയ്തു എന്നർത്ഥം. അപ്പൊ ഭഗവാന് വേണ്ടി ഭഗവാന്റെ പാർഷദന്മാർ ഈ പറയുന്ന അസുര നേതാക്കന്മാരെ, നായകന്മാരെ, ആയുധങ്ങളുമായി പാഞ്ഞു വരുന്നവരെ തടഞ്ഞു. അവരാരൊക്കെയാണ്? ഒരു 14 പേര് വിഷ്ണു പാർഷദന്മാര്, പ്രമുഖന്മാരെ എടുത്തു പറയുന്നതാണ് 2 ശ്ലോകങ്ങളില്. നന്ദഃ സുനന്ദഃ അദജയഃ വിജയഃ പ്രബലഃ ബലഃ കുമുദഃ കുമുദാക്ഷഃ ച വിശ്വക്സേനഃ പദത്രിരാട്. പദത്രിരാട് എന്ന് പറഞ്ഞാല് ഗരുഡൻ എന്നർത്ഥം. പദത്രികളിൽ രാജാവ്, പക്ഷികളിൽ രാജാവ്. ജയന്തഃ ശ്രുതദേവഃ ച പുഷ്പദന്തോദ സാത്വതഃ. 14 പേരായില്ലേ? എന്തൊക്കെ പേര്? നന്ദൻ, സുനന്ദൻ, ജയൻ, വിജയൻ, പ്രബലൻ, ബലൻ, കുമുദൻ, കുമുദാക്ഷൻ, വിശ്വക്സേനൻ, പക്ഷിരാജാവായ ഗരുഡൻ, ജയന്തൻ, ശ്രുതദേവൻ, പുഷ്പദന്തൻ, സാത്വതൻ. ഇങ്ങനെ 14 പേര്. സർവേ നാഗായുധപ്രാണാഹ, അവരെല്ലാവരും നാഗായുധപ്രാണാഹ. നാഗം എന്ന് പറഞ്ഞാൽ ആന, ആയുധം എന്നാൽ 10,000, പ്രാണൻ എന്ന് പറഞ്ഞാൽ ശക്തി. അപ്പൊ 10,000 ആനയുടെ ശക്തിയോട് കൂടിയവരാണ് ഇവർ ഓരോരുത്തരും. ഭഗവാന്റെ പാർഷദന്മാർ ഓരോരുത്തരും 10,000 ആനയുടെ ശക്തിയുള്ളവരാണ്. സർവേ നാഗായുധപ്രാണാഹ. അവര് ആസുരീം ചമുവും തേ ജഗ്നുഹു. ആസുരീം ചമും, അസുരന്മാരുടെ സേനയെ, ചമു എന്നാലും സേന, ആ സേനയെ തേ ജഗ്നുഹു, അവര് ഹനിച്ചു, അവര് നശിപ്പിക്കാൻ തുടങ്ങി. 14 പേര് ഓരോരുത്തരും 10,000 ആനയുടെ ശക്തിയുള്ളവരാണ്. അവര് ഈ അസുര സൈന്യത്തെ നേരിട്ട് നശിപ്പിക്കാൻ തുടങ്ങി. ഹന്യമാനാൻ സ്വകാൻ ദൃഷ്ട്വാ പുരുഷാനുചരൈർബലിഃ വാരയാമാസ സംരബ്ധാൻ കാവ്യശാപമനുസ്മരൻ. ഹന്യമാനാൻ സ്വകാൻ ദൃഷ്ട്വ പുരുഷാനുചരൈഹി ബലിഹി. ബലിഹി മഹാബലി കാണുകയാണ് എന്ത്? പുരുഷാനുചരൈഹി. ആ പുരുഷൻ വിരാട് പുരുഷനായ ഭഗവാന്റെ അനുചരന്മാരായ 14 പാർഷദന്മാരാൽ സ്വകാൻ ഹന്യമാനാൻ ദൃഷ്ട്വ, തന്റെ സ്വകീയന്മാർ അസുരന്മാര് ഹനിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട്. ഭഗവത് പാർഷദന്മാരാൽ തന്റെ പാർഷദന്മാർ അസുര സൈന്യം നശിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ട് വാരയാമാസ സംരബ്ധാൻ കാവ്യശാപം അനുസ്മരൻ. കാവ്യശാപം അനുസ്മരൻ. കാവ്യശാപം എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരുടെ ശാപം. കാവ്യൻ, കവി, ഉശന, ഇതൊക്കെ ശുക്രാചാര്യരുടെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പോ ശുക്രാചാര്യരാൽ ശപിക്കപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ട്, സംരബ്ധാൻ, കോപിച്ച് യുദ്ധം ചെയ്യുന്നവരായ അസുരന്മാരെ വാരയാമാസ, നിവാരണം ചെയ്തു, അവരെ പിന്തിരിപ്പിച്ചു എന്നർത്ഥം. അപ്പോ കാവ്യശാപം അനുസ്മരൻ. ആ ശുക്രാചാര്യരുടെ ശാപം എന്താണ്? നീ നിന്റെ സർവ്വ ഐശ്വര്യത്തിൽ നിന്നും ഇപ്പൊ ഭ്രഷ്ടനായി പോകും എന്ന് ഗുരു ശപിച്ചിരുന്നു. അപ്പൊ അത് അനുസ്മരിച്ചു. അപ്പൊ ഇപ്പൊ ഗുരുവിന്റെ ശാപമുള്ള സമയമാണ്. അദ്ദേഹം തന്നെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് നിന്റെ എല്ലാ ഐശ്വര്യവും നഷ്ടമാകുന്ന. അപ്പൊ ഇനിയിപ്പോ ഈ അസുരന്മാരെ ഇവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല, ന്യായമല്ല, അവർക്ക് കഷ്ടകാലമാണ്. അതുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാതാളത്തിലേക്ക്, രസാതലത്തിലേക്ക് അയക്കുകയാണ് വേണ്ടത്. ഇപ്പൊ യുദ്ധം ചെയ്താൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് ആ കാലത്തെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയ മഹാബലി പറയുന്ന വാക്കുകളാണ് ഇനി 19-ാം ശ്ലോകം മുതൽ. ബലിവചനമാണ്. 24-ാം ശ്ലോകം വരെ ബലിവചനം. തുടർന്ന് ഭഗവാന്റെ നേതൃത്വത്തിൽ മഹാബലിയോട് ചോദ്യം ചെയ്യുന്ന, 3-ാമത്തെ അടിവെക്കാൻ സ്ഥലം എവിടെ എന്ന് ചോദിക്കുന്ന രംഗമാണ്. അത് കഴിഞ്ഞാണ് അടുത്ത അധ്യായത്തിലാണ് മഹാബലി ഭഗവാനോട് ക്ഷമാപണം ചെയ്തുകൊണ്ട് തന്റെ ശിരസിൽ പാദം വെച്ച് 3-ാമത്തെ അടി അളന്ന് തന്നെ സത്യവാക്കാക്കി തീർക്കണം. താൻ പറഞ്ഞ സത്യത്തെ പാലിക്കാനായിട്ട് തനിക്ക് അവസരം തരണം, തന്നെ കള്ളനാക്കരുത്,
വാക്ക് പാലിക്കാത്തവനാക്കരുത്. നരകത്തിലേക്ക് അയക്കുന്നതിനേക്കാൾ എനിക്ക് എന്റെ പൂർവീകർക്ക് കളങ്കമുണ്ടാക്കുന്നത് ഒട്ടും സഹിക്കാനാവില്ല. അതുകൊണ്ട് വാക്ക് പാലിക്കുന്നവനായി അനുഗ്രഹിക്കാൻ വേണ്ടി എന്റെ ശിരസിൽ കാല് വെക്കണമെന്ന് മഹാബലി ഭഗവാനോട് കെഞ്ചുന്നു. ഭഗവാൻ കാല് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് നാളെ കാണാം. അതിനു മുമ്പ് ഇന്ന് ബാക്കിയുള്ള ഭാഗം വൈകുന്നേരം കാണാം. ഇവിടെ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ നിർത്തുകയാണ്. എന്തായാലും ഇപ്പൊ തീരാൻ പോകുന്നില്ല ഈ അധ്യായം. നമുക്ക് വൈകുന്നേരം 6:30 ശേഷം കാണാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ.